ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കനറ ബാങ്ക് ATM കാർഡ് പിൻ നമ്പർ സെറ്റ് ചെയ്ത് ആക്ടിവേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. നിങ്ങൾ കനറ ബാങ്കിൽ പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിയതായി ഒരു ATM കാർഡ് ലഭിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിലവിൽ അക്കൗണ്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ATM കാർഡിന്റെ കാലാവധി തീരുന്ന സമയത്ത് ബാങ്കിൽ നിന്ന് പുതിയ ATM കാർഡ് ഇഷ്യൂ ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ആക്ടിവേഷൻ ചെയ്ത് പിൻ നമ്പർ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിനുവേണ്ടി നിങ്ങൾ ബാങ്കിലോ അല്ലെങ്കിൽ ATM കൗണ്ടറിലോ ഒന്നും തന്നെ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കനറ ബാങ്ക് ATM കാർഡ് പിൻ നമ്പർ സെറ്റ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഞാനിവിടെ ATM കാർഡിന് പിൻ നമ്പർ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഫോൺ കോൾ മുഖേനയാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മുടെ ഫോണിലുള്ള ഡയലർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഈ നമ്പർ നിങ്ങളൊന്ന് ഡയൽ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ആ ഒരു കോൾ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ കോൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു നിർദ്ദേശങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ഫോണിൻ്റെ സ്പീക്കർ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കോൾ ചെയ്യേണ്ടത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാങ്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന അതേ ഒരു നമ്പറിൽ നിന്ന് തന്നെയാണ് കോൾ ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മുടെ ATM കാർഡിന് പിൻ നമ്പർ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 2 സിം ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കോൾ ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്ത അതേ നമ്പറിൽ നിന്ന് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വരുന്ന നിർദ്ദേശങ്ങൾ നമ്മളൊന്ന് കേട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ആദ്യം വരുന്നത് ലാംഗ്വേജ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് നമ്മൾ ഓപ്ഷൻ അനുസരിച്ചുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അവിടെ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി 3 എൻ്റർ ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അവിടെ മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി 6 എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 6 എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ലാംഗ്വേജ് നമ്മളിവിടെ മലയാളം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ശേഷം വരുന്ന ഓപ്ഷനിൽ ബാങ്കിങ് സർവീസുകൾക്ക് വേണ്ടി 1 എൻ്റർ ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 1 എന്നുള്ള ബട്ടൺ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം അടുത്ത ഓപ്ഷനിൽ വരുന്നത് കാർഡ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി 4 എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ 4 ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അടുത്ത ഓപ്ഷനിൽ വരുന്നത് ഡെബിറ്റ് കാർഡ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി 1 എൻ്റർ ചെയ്ത് കൊടുക്കാനാണ്. അവിടെ നമ്മൾ 1 എൻ്റർ ചെയ്ത് കൊടുക്കാം. അടുത്ത ഓപ്ഷനിൽ പറയുന്നത് ഡെബിറ്റ് കാർഡിന് പിന്ന് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി 4 എന്നുള്ള നമ്പറിൽ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 4 ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അടുത്ത ഓപ്ഷനിൽ പറയുന്നത് നമ്മുടെ ATM കാർഡിന്റെ 16 അക്ക നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ATM കാർഡിലുള്ള 16 അക്ക നമ്പർ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത നമ്മുടെ ATM കാർഡ് നമ്പർ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ആ നമ്പർ നമുക്ക് അനൗൺസ് ചെയ്യും ഇതുപോലെ. അപ്പോൾ നമുക്ക് ആ നമ്പർ വെരിഫൈ ചെയ്യുക, അത് കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമ്മുടെ ATM കാർഡ് നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത് കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ 1 എൻ്റർ ചെയ്ത് കൊടുക്കാനും, അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി 2 എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ നമ്പർ ഇവിടെ കറക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ 1 എന്നുള്ളതിൽ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറിന്റെ അവസാന 5 അക്കങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറിന്റെ അവസാനത്തെ 5 അക്കങ്ങൾ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി അത് അനൗൺസ് ചെയ്യും. അപ്പോൾ നമ്മൾ അതൊന്ന് വെരിഫൈ ചെയ്യാം. അവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത ബാങ്ക് അക്കൗണ്ട് നമ്പർ കൺഫേം ചെയ്യുന്നതിന് വേണ്ടി 1 എൻ്റർ ചെയ്ത് കൊടുക്കാം. അതോടുകൂടി നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP കോഡ് SMS ആയിട്ട് വരുന്നതായിരിക്കും. ആ ഒരു OTP കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമ്മുടെ ATM കാർഡിന് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്ന 4 അക്ക പിൻ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത 4 അക്ക പിൻ നമ്പർ നമ്മൾ ഒരിക്കൽ കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പുതിയ ATM കാർഡിനുള്ള പിൻ നമ്പർ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏതൊരാൾക്കും ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ അവരുടെ പുതുതായി ലഭിച്ചിട്ടുള്ള കനറ ബാങ്ക് ATM കാർഡ് പിൻ നമ്പർ സെറ്റ് ചെയ്ത് ആക്ടിവേഷൻ ചെയ്യുന്നതിനായിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. കനറ ബാങ്കിന്റെ പുതിയ ATM കാർഡ് പിൻ നമ്പർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.